Hello friends, welcome back to my YouTube channel. LLU, MALLU, MALLU, MALLU. So friends, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് കേക്ക്. സോ വി ആർ ഗോണ മേക്ക് ഓറിയോ കേക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഓരോ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിനായി ഞാൻ എടുത്തിരിക്കുന്നതാണ് ഓറിയോയുടെ ചോക്കോ ക്രീം. ഞാൻ ചോക്ലേറ്റ് ഓറിയോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വാനില ഓറിയോ കേക്ക് വേണമെങ്കിൽ അപ്പം വൈറ്റ് ക്രീം പോലെ എടുക്കാം. വാനില ചോക്കോയുടെ ഓറിയോ എടുക്കാം. ഇപ്പോൾ ഞാനിപ്പം ഓരോ ചോക്കോ ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് വലുത്. പിന്നെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ബട്ടർ ഞാൻ ഇത്ര എടുത്തു, പക്ഷേ നമുക്ക് ഇത്രേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ കുറച്ച് ആവശ്യമുള്ളൂ, അപ്പം ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. ഇത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിത്തൗട്ട് ഓവനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ വിത്തൗട്ട് ഓവനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവനില്ല, നമുക്ക് ഈ കുട്ടികൾക്ക് എന്ത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ നമുക്കിന്ന് നോക്കാം. അപ്പോൾ അനിയത്തിയാണ് ഇതിൻ്റെ ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഓരോ ബിസ്ക്കറ്റാണ്. നമുക്ക് അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ ഇതാണ്ട് നമ്മളിപ്പോൾ ഓരോ ബിസ്ക്കറ്റിനെ സെപ്പറേറ്റ് ആക്കുവാണ്. ക്രീം നമുക്കൊരു സെപ്പറേറ്റ് ബൗളിടണം, ബിക്കോസ് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട് ലാസ്റ്റ് ഇതിൻ്റെ ക്രീം റെഡിയാക്കാൻ. അപ്പോൾ നമുക്കിതിന് ഓരോന്നായിട്ട് എടുത്തിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഓറിയോനെയും ക്രീമിനെയും സെപ്പറേറ്റ് ആക്കി. എന്താ ക്രീമും ഓറിയോ. നമുക്ക് ഈ ഓരോ ബിസ്ക്കറ്റിനെ കുറച്ച് ക്രഷ് ചെയ്യണം. മീൻസ് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് ക്രഷ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ചെറുതായിട്ട് പീസ് ആക്കണം. ചെറിയ പീസ് ആക്കിയിട്ടാണ് ഇടാൻ. നമുക്ക് മിക്സിയിലിട്ട് നമുക്ക് ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സോ നമുക്കിനി ഗ്രൈൻഡ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മളിതതിനെ നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായി. നമുക്ക് ഇത്ര ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ വലിയ പാർട്ടിക്കിൾസ് ഒന്നും കിടക്കാൻ പാടില്ല. ഇനി നമുക്ക് പാൽ ഒഴിക്കാം ഇതിലേക്ക്. അപ്പം ഞാൻ 1 ഗ്ലാസ് പാലെടുത്തു. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ച പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു, ആ 1 ഗ്ലാസ്സിൽ നിന്ന്. എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്യണം. അപ്പം നമുക്കിനി കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് 2 പിഞ്ച് മതി. ഓക്കെ, നമുക്ക് നല്ല മിക്സ് ചെയ്യാം അതിനെ. ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. പിന്നെ കുറച്ച് മതി, കുറച്ച് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും ബട്ടറിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വൃത്തിയൊന്ന്. മെൽറ്റായി നല്ല ഇതായിട്ട് വരണം. നമുക്കിനി കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്തു. ഞാൻ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ഞാൻ ഒഴിച്ചപ്പോൾ ഇത് ഇത്രയും ഓക്കെ ആയി. നമുക്ക് കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇത് ചെയ്യുന്ന മെൽറ്റായിട്ട് നമുക്ക് കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യാം. ബട്ടർ നല്ല മെൽറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മളെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സെപ്പറേറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ആക്കി ഇതിനെ നമുക്കൊന്ന് തട്ടണം. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അത് വെളിയിൽ പോവും, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ അത് അത്രയും വേവത്തില്ല. അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കണം. നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് ഇതിനെ കവർ ചെയ്യാം. എന്നാലേ അത് നല്ല വിധത്തിൽ വേവത്തുള്ളൂ. ഓക്കെ, നമുക്ക് കവർ ചെയ്യാം. കവർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ പാത്രത്തിലേക്ക് ആക്കാം.
ഇതിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രം വേണം. അതിൽ ഞാൻ എന്താ ഇപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നല്ല ചൂടായി. ഞാൻ വേറൊരു പാത്രം വെക്കാം. ഇനി ഞാൻ എന്താ ഈ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം ഇതിനകത്ത് വെക്കുവാണ്. നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച് വയ്ക്കണം. ഇതിനകത്ത് വച്ചു. ഇനി നമുക്കിനി നല്ല വൃത്തി ക്ലോസ് ചെയ്ത് വയ്ക്കണം, നല്ല വൃത്തി വെന്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ എന്താ ഒരു ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നാലും അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി തന്നെ വെള്ളം അതിനകത്ത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഇനി കുറേ കൂടെ ഒഴിക്കണം. 1 കപ്പ് ഒഴിച്ചു. ആദ്യം ഞാൻ 2 കപ്പ് ഒഴിച്ചു, പിന്നെ ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചു, പിന്നെ വീണ്ടും. അപ്പം ടോട്ടൽ ഞാൻ 4 കപ്പാണ് ഒഴിച്ചത്. 4 to 5 ഒഴിക്കാം നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. ഇനി അത് ക്ലോസ് ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രീം റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓരോയുടെ ക്രീമിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല വൃത്തി മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ക്രീം നല്ലതായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ കേക്ക് ഒന്ന് തുറന്ന് നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിനകത്ത് ഇട്ട് നോക്കാം. അപ്പോൾ അതിൽ കേക്ക് കുറച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടില്ല. കേക്ക് പിടിക്കാതിരുന്നാൽ അത് ടോട്ടലി വെന്തു എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് ഇട്ട് നോക്കാം. കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടെ വേവണം. ഞാൻ 2-3 പ്രാവശ്യം ഇട്ട് നോക്കുന്നുണ്ട്, ബിക്കോസ് അത് വെന്തില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്കതിന് ഒന്നും കൂടെ അതിനെ മൂടി വയ്ക്കാം. ഓക്കെ, ഇപ്പം ടോട്ടൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനെ പതിയെ ഓപ്പൺ ചെയ്ത് നോക്കാം. ചൂടാണ്, അപ്പോൾ സൂക്ഷിച്ചാണ് ഓപ്പൺ ചെയ്യാൻ. നമുക്ക് ആദ്യം ഫോയിലൊന്ന് മാറ്റണം. അപ്പോൾ അത് സൂക്ഷിച്ച് മാറ്റിയില്ലെങ്കിൽ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫോയിൽ മാറ്റുന്നു. കേക്ക് സൂപ്പർ, നല്ല വെന്തിട്ടുണ്ട് ഈ കേക്ക്. ഒന്നുകൂടി ടൂത്ത് പിക്ക് ഇട്ട് നോക്കാം. നല്ല വെന്തു. ഇതിനകത്തൊന്നും വരുന്നില്ല, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെയാണ്. നമുക്കിനി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂട് മാറിയിട്ട് നമുക്കതിന് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഞാനത് നോക്കുന്നത് എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഓക്കെ, ഞാൻ അതിനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കേക്കിനെ. അത് കാണാൻ നല്ല രസമായിട്ടിരിപ്പുണ്ട് കേക്ക്. ഇനി നമുക്കിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമുക്കിനെ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ സർക്കിളിലാണ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് വേറെ യൂസായിട്ട് വല്ല എടുക്കണമെങ്കിൽ എടുക്കാം. അല്ല, കേക്കിന് ഇതെന്തായാലും കട്ട് ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ക്രീം ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കേക്ക് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എൻ്റെ ഇതിപ്പോൾ ഒരു ഏകദേശം സ്ക്വയർ ഷേപ്പ് എന്ന് പറയാം, ഏകദേശം. ഇനി നമുക്കിതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2ആക്കി ഡിവൈഡ് ചെയ്തു. ഇനി 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനിയാണ് നമ്മളിതിനകത്ത് ക്രീം ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രീം അനിയത്തിയാണ് ആഡ് ചെയ്യുന്നത്. അനിയത്തി കാണിച്ചിട്ട് എങ്ങനെയാണ് ക്രീമൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം. നമ്മൾ നല്ല പാലൊക്കെ ഒഴിച്ച് വിത്തൗട്ട് ബീറ്ററാണ് നമ്മൾ ചെയ്തത്. നമ്മൾ കുറച്ച് ക്രീം അതിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് വെച്ചു. കേക്കിൻ്റെ നല്ല വെച്ച് തേച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് ലെയർ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വെക്കുക. ഇതേപോലെ തന്നെ മറ്റേ പീസും ചെയ്യാം. അതിനകത്ത് നമുക്ക് പതിയെ വെച്ച് നോക്കാം.
നമ്മളുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് നോക്കാം. യം, നമ്മളെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. താങ്ക് യു. LLU, MALLU, 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 MALLU,